ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഷവായിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വലിയ പീസാണ് എടുക്കേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അതിലോട്ട് തന്നെ ഉണക്കമുളക് കട്ട് ചെയ്ത് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ കൂടുതൽ ലൂസാകാതെ ഈ രൂപത്തിലായി കിട്ടണം. അരച്ച് ഇതുപോലെ ആയിക്കിട്ടിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലോട്ട് തന്നെ 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് വീണ്ടും അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ചിക്കനിലോട്ടിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുക്കറിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 വിസിൽ വരുന്നവരെ കുക്കർ മൂടി വെക്കാം. അങ്ങനെ 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം മസാലയെല്ലാം പിടിച്ച് ചിക്കൻ നന്നായി വെന്ത് കിട്ടി. കുക്കർ തുറക്കുമ്പോൾ തന്നെ മസാലയുടെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വേവിച്ചെടുത്ത ചിക്കൻ ഓരോന്നായി ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലിട്ട് വേണം ചിക്കൻ മുരിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ മുരിച്ചെടുക്കണം. ഇതെല്ലാം നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇനി ചിക്കനിൽ ബാക്കി വന്ന മസാല അതേ പാനിലോട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ തിളക്കുമ്പോൾ തന്നെ നമ്മൾ മുരിച്ചെടുത്ത ചിക്കൻ ഓരോന്നായി അതിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി തിളച്ച് മസാലയെല്ലാം ചിക്കന് പിടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.